अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम्, परित्राणाय साधूनां विनाशाय च दुष्कृतां, धर्म संस्थापनार्थाय संभवामि युगे युगे। ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗംഗണപതേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. വക്രതുണ്ട മഹാകായ കോടിസൂര്യസമപ്രഭ, നിർവിഘ്നം കുരു മേ ദേവ ശുഭകാര്യേഷു സർവദാ. മാണിക്യവീണാമുപലാളയന്തീം മദാലസാ മഞ്ജുളവാഗ്വിലാസം, മാഹേന്ദ്രനീലദ്യുതികോമളാംഗീം മാതംഗകന്യാം മനസാ സ്മരാമി. ചതുർഭുജേ ചന്ദ്രകലാവതംസേ കുജോന്നതേ കുങ്കുമരാഗശോണി, പുണ്ഡ്രേക്ഷുപാശാങ്കുശപുഷ്പവാണഹസ്തേ നമസ്തേ ജഗദേകമാത. മാതാമൃതകശ്യാമാ മാതംഗീ മതശാലിനി, കടാക്ഷയതു കല്യാണി കദംബവനവാസിനി. ജയ മാതംഗതനയേ ജയ നിലോത്പലദ്യുതേ ജയ സംഗീതരസികേ ജയ ലീലാശുഖപ്രിയേ. ആദൗ പാണ്ഡവതാർത്തരാഷ്ട്രജനനം ലക്ഷാഗൃഹേ ദാഹനം ദ്വയോദം ശ്രീഹരണം വനോവിഹരണം, മത്സ്യാലയേ വർത്തനം ലീലാഗോഗ്രഹണം രണേ വിഹരണം, സന്ധിക്രിയാചർമ്മണം പശ്ചാത് ഭീഷ്മ സുയോധനാദിതനം ഏതൻ മഹാഭാരതം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ. നമ്മൾക്ക് ഇന്നിവിടെ വിവരിക്കേണ്ടത്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ വിവരിക്കേണ്ടത് മഹാഭാരതത്തിലെ ഔർവോദ്ഭവവും ശാന്തി മഹത്വവും എന്നുള്ള ഭാഗമാണ്. ഇന്നലെ കൽമാഷപാതചരിതം ആണ് ഇവിടെ കേട്ടിട്ടുണ്ടാവുക. കൽമാഷപാതൻ എന്ന രാജാവ് ഇക്ഷ്വാകു വംശത്തിലെ രാജാവ് രാക്ഷസനായി തീർന്നതും അവസാനം വസിഷ്ഠൻ്റെ പുത്രനായ ശക്തിയെ അദ്ദേഹം തിന്നുന്നതും ഒക്കെയുള്ള ഭാഗങ്ങളാണ് കേട്ടത്. ഈ കൽമാഷപാതൻ്റെ ശരീരത്തിലേക്ക് ഒരു രാക്ഷസനെ കടത്തിവിട്ട് വിശ്വാമിത്രൻ വസിഷ്ഠനോട് പ്രതികാരം ചെയ്യുന്ന കഥകളൊക്കെയാണ് അതിലുള്ളത്. പക്ഷേ വസിഷ്ഠനും ശക്തിയുടെ ഭാര്യയും കൂടി വനത്തിലേക്ക് പോകുമ്പോൾ കൽമാഷപാതൻ മുന്നിൽ ചാടി. കൽമാഷപാതൻ രാക്ഷസനാണ്, രാക്ഷസരൂപിയാണ്. അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ വസിഷ്ഠ മഹർഷി തീർത്ഥം തെളിച്ച് അദ്ദേഹത്തിന് മോക്ഷം കൊടുക്കുന്ന കഥയാണ് ഉണ്ടായത്. അതിനുശേഷം പക്ഷേ തൻ്റെ വസിഷ്ഠൻ്റെ മരിച്ചുപോയ ശക്തിയുടെ ഭാര്യ പ്രസവിച്ചു. അതിലൊരു പുത്രനുണ്ടായി. അവനെ അച്ഛൻ മരിച്ച വാർത്ത കേൾക്കുമ്പോൾ ക്രോധം വരികയും അതിന് കാരണക്കാരനായ
വിശ്വാമിത്രനോടുമൊക്കെ പ്രതികാരം ചെയ്യാൻ പോകുന്നൊരു ഭാഗം ആണ് നമ്മൾക്ക് കേൾക്കേണ്ടത്. പക്ഷെ അപ്പോൾ വസിഷ്ഠ മഹർഷി ഇവരെ സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കഥയാണ് ഇവിടെ ഉള്ളത്. അതാണ് അപൂർവോദ്ഭവവും ശാന്തി മഹത്വവും അന്നേരം പറയുന്ന ഉപദേശങ്ങളാണ് ഈ ഭാഗങ്ങളിൽ കേൾക്കേണ്ടത്. തൻ്റെ പൗത്രനോട് വസിഷ്ഠ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്, കേൾക്ക നീ കൃതവീര്യനാകിയ മഹീപതി, സാക്ഷാൽ ഇന്ദ്രനെ പോലെ ചെയ്തത് പലയാകം. അന്നവൻ ഉപാധ്യായൻ ഭാർഗവനവൻ തനിക്കന്യൂനത ധനരാശി ദക്ഷിണ ചെയ്തു നിർവൻ. ഈ കൽമാഷവാദ രാജാവ് ഒരുപാട് യാഗം ചെയ്ത കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തന്നോട് ഇവരുടെ പൂർവികന്മാർ പല സൽപ്രവൃത്തികൾ ചെയ്തവരാണ്. അങ്ങനെ തന്നോട് കുലത്തിലെങ്കിലുണ്ടായ ഭൂപാലന്മാർ തലോലുവന്മാരായ ചമഞ്ഞതുകാരം ചിത്തശാന്തിയും വെച്ചു ഭാർഗവന്മാരോടെല്ലാം തുടങ്ങി വിരോധമെന്നറിഞ്ഞു മറയവരൊടുങ്ങാതൊരുധനം കുഴിച്ചു വെച്ചാരല്ലോ. ഇങ്ങനെയുള്ള ഈ രാജാക്കന്മാരുടെ പറ്റി കഥയാണ് പറയുന്നത്. അവരെ ശ്രീബാല വൃദ്ധാവതി അവരെ വധിച്ച കാലവും പർവ്വത ഗുഹകളിൽ ഒളിച്ചതും അങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞ് ദിവ്യശ്രീ തനിക്ക് ഗർഭമുണ്ടെന്നറിയുകയാൽ നാരിയും ഒരുവെങ്കിൽ മറിച്ചാൽ തൻ്റെ ഗർഭം. അങ്ങനെ 100 വത്സരം കഴിഞ്ഞപ്പോൾ ക്രൂരന്മാരായ രാജാക്കന്മാർ അവർ മക്കളായി പിറന്നു. ഊരവും പിളർന്നതും പിറന്നു കുമാരനും. കുമാരൻ്റെ തേജസ് കണ്ടവരെല്ലാം മക്ഷികൾ പൊട്ടിത്തെറിച്ചന്ധന്മാരായവരല്ലോ. ഞങ്ങൾക്ക് അങ്ങനെയൊക്കെയാണെന്നുള്ള കഥകൾ. ഭോഷ്കെല്ലാ കണ്ണുകളുണ്ടായി നിർവന്മാർക്കും. ഇങ്ങനെ കർമ്മത്തിൻ്റെ ഫലം എല്ലാവരും അനുഭവിക്കണം എന്നുള്ളൊക്കെ ഒരു ഉപദേശിക്കുന്ന ഭാഗമാണ് ഇവിടെ ഉള്ളത്. അപൂർവോദ്ഭവം ശാന്തി മഹത്വം, ശാന്തിയുടെ മഹത്വം അവർക്ക് തൻ്റെ പൗത്രന് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രതികാരം ചെയ്യേണ്ടതില്ല. അവരോട് തൻ്റെ അച്ഛൻ്റെ പിതാവിൻ്റെ മരണത്തിന് കാരണക്കാരായവരോട് സ്നേഹത്തോടുകൂടി പെരുമാറണം. അവരോട് പ്രതികാരം മനസ്സിൽ വെച്ചിരിക്കരുത് എന്നുള്ള ഭാഗങ്ങളൊക്കെയാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. നമ്മളെല്ലാവരും നമ്മളോട് നമ്മൾ താപസന്മാരാണ്. നമ്മളോട് ആരെന്ത് തെറ്റ് ചെയ്താലും നമ്മളൊക്കെ ക്ഷമിക്കണം, ഇല്ലെങ്കിൽ അത് തപശക്തി പോകും എന്നുള്ള ഭാഗങ്ങളൊക്കെ കുമാരനെ തൻ്റെ മുത്തച്ഛനായ വസിഷ്ഠ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം പൗത്രൻ ഒരു പ്രതികാരദാഹിയായിരുന്നു. തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരായവരെ ശിക്ഷിക്കണം എന്നുള്ള കഥ. ഇത് മഹാഭാരതത്തിലെ പ്രധാനമായ ഭാഗമൊന്നുമല്ല, എങ്കിലും മറ്റ് വേറെ എവിടെയും കേൾക്കാത്തതാണ്. കൽമാഷവാദൻ്റെ കഥയും തുടർന്നുള്ള ഭാഗങ്ങളും. പിന്നെ അവർ പ്രതികാരം വേണ്ടെന്ന് വെച്ചുള്ള ഭാഗങ്ങളൊക്കെയാണ് ഇവിടെ വിവരിക്കുന്നത്. ഇത്രയേ ചുരുക്കി വിവരിക്കാനുള്ളൂ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.